ഛത്തീസ്ഗഡിലെ നിരപരാധികളായ കന്യാസ്ത്രീകളെ മതപരിവർത്തനത്തിന് പേരിൽ അറസ്റ്റ് ചെയ്ത സംഭവം എല്ലാവരും കേൾക്കുകയുണ്ടായി. അതിൽ ഒരാളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിൻ്റെ വീട്ടിലാണ് ഷെക്കിന ന്യൂസ് എത്തിയിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ സഹോദരങ്ങൾ രണ്ടുപേര് നമ്മോടൊപ്പമുണ്ട്. ജിൻസേട്ടാ, ഈ ഒരു സംഭവത്തിൽ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് വിവരം കിട്ടുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം, ഇന്ന് അവർ കാണാൻ വേണ്ടിയിട്ട് വന്ദന സിസ്റ്ററിൻ്റെ അനിയത്തി ഒരു സിസ്റ്റർ അവിടെ ഉണ്ട്. അപ്പം പുള്ളിക്കാരിയും അവളുടെ സുപ്പീരിയറും വക്കീലന്മാരും ഒക്കെ കൂടി അവർ കാണാൻ വേണ്ടിയിട്ട് ബെയിൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അവർ കാണാൻ അപേക്ഷ കൊടുത്തു, കണ്ടു. അപ്പോൾ അവരെ ഒരു ഗ്ലാസ്സിന് അപ്പുറം ഇപ്പുറം ഇരുത്തിയാണ് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുകയില്ല. അപ്പം എന്നിട്ട് ഫോണിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വക്കീലിൽ നിന്ന് എഫ്.ഐ.ആറും കാര്യങ്ങളും എല്ലാം പുള്ളി പരിശോധിച്ചപ്പോൾ പുതിയ പല വകുപ്പുകളൂടെ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് ഈ ഛത്തീസ്ഗഡിൽ. പിന്നെ അവർ പല കാര്യങ്ങളും അവർ ഫ്രെയിം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ജാമ്യത്തിൻ്റെ അപേക്ഷ കൊടുക്കുന്നില്ലെന്നുള്ളതാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അവർ എല്ലാവരും ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും. പീഡിപ്പിച്ച്, അതായത് കൂറുമാറ്റം നടത്തപ്പെടുന്നു എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ? അത് ശരിയാണ്. ആദ്യമേ തന്നെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഒരു ബജറംഗളിൻ്റെ ഒരു ലേഡി അവിടെ വന്ന് GRPS ഓഫീസിൽ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ഇവരെ പരിശോധിക്കുകയും ഇവരുടെ ബാഗുകൾ പരിശോധിക്കുന്നു, ഇവരെ ഭീഷണിപ്പെടുത്തുന്നു. അവർക്ക് തന്നെ ഒരു ക്യാമറ യൂണിറ്റ് അവർ ചില ഭാഗങ്ങളിൽ അവർ മാറ്റി നിർത്തുന്നു. എന്നിട്ട് അവർ ഭീഷണിപ്പെടുത്തുന്നു, അവർ തന്നെ എഴുതുന്നു, അവർ തന്നെ ഒരു കൊച്ചിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ച് എഴുതി മേടിച്ചിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞു. ബാക്കിയുള്ള പിള്ളേരൊന്നും അന്നേരം യാതൊരു മൊഴികളും അവരുടെ ഇല്ലായിരുന്നു. ഇപ്പം മറ്റുള്ള കുട്ടികളെയും ഇവർ മറ്റൊരു വനിതാ മന്ദിർ അങ്ങനെ എന്തോ ഒരു സംവിധാനത്തിൽ സർക്കാരിൻ്റെ ഇതിലേക്കായിരുന്നു മാറ്റിയത്. ഇവരെ റിമാൻഡ് ചെയ്യുക ജയിലിലേക്ക്, സിസ്റ്റേഴ്സിനെ. അപ്പം അവരെയും പീഡിപ്പിക്കുന്നുണ്ട്. അവരിൽ നിന്നും പല കാര്യങ്ങളും അവരെയും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവിടുന്ന് വക്കീലും ഇവർ കണ്ട വക്കീലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. തികച്ചും നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീകളെ അതിക്രൂരമായ രീതിയിൽ കള്ളക്കേസ് ചമച്ച് മതപരിവർത്തനത്തിന് വിധേയരാക്കി, മറ്റുള്ളവരെ വിധേയരാക്കി എന്ന രീതിയിലുള്ള കേസുകൾ ചമച്ചാണ് ഇപ്പോൾ തീവ്ര സംഘടനകൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിൻ്റെ മൂത്ത സഹോദരനുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? കഴിഞ്ഞ ഫെബ്രുവരി വന്നേച്ച് പോയതാ വന്ദനയും അനിയത്തിയും കൂടെ. അന്ന് വെച്ച് പോയി. അപ്പോൾ ഇങ്ങനൊരു സംഭവമൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ആഗ്രയിലായിരുന്നു. ആഗ്രയിൽ നിന്ന് ഛത്തീസ്ഗഡിൽ ജോലിക്ക് വേണ്ടിയിട്ട് 3 പിള്ളേരെ വേണ്ടിയിട്ട് അവരെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാൻ വന്നതാണ്. അവിടുന്ന് പിടിച്ചകത്താക്കി. ഇതാണ് നടന്നത്. നമുക്കിപ്പം അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും. ലാസ്റ്റ് സിസ്റ്റർ എപ്പോഴാണ് വിളിച്ചത് വീട്ടിലോട്ട്? അത് ആഴ്ചയിലൊന്നും കഴിഞ്ഞ ഈ ആഴ്ച അല്ല, കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചായിരുന്നു വന്ദന. അപ്പം സിസ്റ്റർ എന്തെങ്കിലും പറയുകയുണ്ടായോ? ഇല്ല, ഇങ്ങനെ ഒരു സംഭവം അന്നേരം ഒന്നും ഇതൊരു കുഴപ്പമില്ലല്ലോ. ഇതിങ്ങനെ വന്ന് കണ്ടു അന്നേരം. അതെ, അവിടുന്നുള്ള സംഭവമല്ലേ, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഛത്തീസ്ഗഡിലായിരുന്നപ്പം വരുമ്പോഴൊക്കെ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മാറത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതാ വിധിയെങ്കിൽ അങ്ങനെ എന്നതാ വരുന്നെങ്കിൽ വരട്ടെ എന്നൊക്കെ അങ്ങ് പറയുമായിരുന്നു. അവിടെ പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സിസ്റ്റർ വന്ദനയുടേത്. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും തീവ്ര സംഘടനകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? അതങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ ഒരു വർഷമായി കാണുമായിരിക്കും. അവിടെ ഈ നാരായൺപൂർ പള്ളി തകർത്തൊക്കെ സംഭവം കേട്ട് കാണുമല്ലോ. അപ്പോൾ അന്നൊക്കെ ഇവർ വൈകിട്ടായപ്പം പിള്ളേർ 2 പേരുണ്ടായിരുന്നു അവിടെ. അന്ന് 2 പേരും ഒരുമിച്ചായിരുന്നു. അവർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇവിടെ അക്രമമാണ്, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ ഉറങ്ങാതെ പ്രാർത്ഥിച്ചും രാത്രിയിലും ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം കാലത്തെ ആയപ്പോഴത്തേക്കും ഇവർ പോവുകയും ചെയ്തു. അന്ന് ഇവരെ ഈ ആളൊഴിഞ്ഞ മുറിയിൽ, ആസ്പത്രിയിലെ ആളൊഴിഞ്ഞ മുറിയിൽ ഇവരെ പൂട്ടിയിട്ടൊക്കെയാണ് അവർ രക്ഷപ്പെട്ടത്. ഷെക്കിന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അഭിനൊപ്പം അമലൈ ടോം, കണ്ണൂർ.